നമ്മളിപ്പോൾ ഞാൻ ആ പള്ളിയിൽ പോയെന്ന് പറഞ്ഞില്ലേ, പള്ളിയിൽ പോയി കഴിഞ്ഞിട്ട് ഇപ്പം തിരിച്ചു പോയിക്കൊണ്ടിരിക്കുക. തിരിച്ച് ആ സെയിം റൂട്ടാണ്. ഇപ്പം നമ്മൾ ആ ഫ്രീമൗണ്ട് സിറ്റി ലിമിറ്റിലാണ്. തിരിച്ച് കുറച്ച് ട്രാഫിക് ഉണ്ട്. ഇപ്പം ട്രാഫിക് ഉണ്ടല്ലേ, ഇവിടെ കാണിക്കും. ഇപ്പം നമുക്കൊരു 38 മിനിറ്റ്സ് ഉണ്ട്. 38 മിനിറ്റ്സിൽ കുറേ റെഡ് ഉണ്ടല്ലോ വഴിയിൽ. എനിക്കൊന്ന് ഐഡിയലി ഒരു 25 മിനിറ്റ്സേ ഉള്ളൂ ഇങ്ങോട്ട്. അപ്പം എനിക്ക് തോന്നുന്നു ഒരു 15 മിനിറ്റ്സോളം നമുക്ക് എക്സ്ട്രാ. ഇതാണല്ലോ ഈ റോഡിൻ്റെ നടുവിലൂടെ ഇങ്ങനെ കുറേ ഇങ്ങനെ പാം ട്രീസ് ഒക്കെ നട്ടിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് ആ ഒരു ഹിൽസ് ഉണ്ട്. ഭയങ്കര രസമാണ്, ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഇങ്ങനെ ഒരു സമ്മർ കുറച്ചുകൂടെ ആയി കഴിഞ്ഞാൽ ഡ്രൈ ആവും, കുറച്ചും കൂടി ടെമ്പറേച്ചറൊക്കെ കൂടും. പക്ഷെ ഇപ്പം പെർഫെക്റ്റാണ്, നിയർ പെർഫെക്റ്റ് വെതറാണ്. ഇതാണ് നമ്മൾ എടുക്കാൻ പോകുന്ന ഹൈവേ ആണ് ഇവിടെ. ഇതിൻ്റെ ഹൈവേ നമ്പർ ഇസ് 680. ഇവിടെ കാലിഫോർണിയ US ഇങ്ങനെ നമ്പേഴ്സിലാണ് റോഡ്സ്, മിക്ക റോഡ്സ് എക്സെപ്റ്റ് സ്ട്രീറ്റ് റോഡ്സ് ഇങ്ങനെ നമ്പേർഡാണ്. ഇന്ത്യയിലേക്ക് പോലെ തന്നെ ഇന്ത്യയിലും ഇപ്പം നമ്പറിങ് സ്കീമാണല്ലോ ഫുള്ള്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഹൈവേൻ്റെ നമ്പർ കാണില്ല ഇവിടെ. ഇപ്പം 680 ഇൻ്റർസ്റ്റേറ്റ് 680 നോർത്ത് സാക്രമെൻറ്റോ. ഇത് സാക്രമെൻറ്റോ വരെ പോകുന്ന ഒരു ഹൈവേ ആണ്. പിന്നെ ഹൈവേ നമ്പറിങ്ങും കുറേ ഇൻട്രസ്റ്റിംഗ് ആണ് US. ഈ ഹൈവേ നമ്പറിംഗ് എന്ന് പറഞ്ഞാൽ 2 നമ്പേഴ്സ്, 2 നമ്പറുള്ള ഹൈവേസൊക്കെ മെയിൻ ഹൈവേസ് ആണ്. 2 സിംഗിൾ ഡിജിറ്റ് ഒക്കെ ആണെങ്കിൽ മെയിൻ ഹൈവേ ആണ്. 3 ഡിജിറ്റുള്ള ഇൻ്റർസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡറി ഹൈവേ ഒക്കെ പോലെയാണ്. എന്നുവെച്ചാൽ ഒരു മെയിൻ ഹൈവേ നിന്ന് വേറെ ഹൈവേയിലോട്ട് കണക്ട് ചെയ്യുന്ന ഹൈവേ. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ നമ്പറിങ് സ്കീം. പിന്നെ വേറെ ഒരു ഹൈവേ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ഈവൻ നമ്പേർഡ് ഹൈവേ നോർത്ത് ടു സൗത്ത് ആണ് സാധാരണ റൺ ചെയ്യുന്നത്. ഓഡ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഈസ്റ്റ് ടു വെസ്റ്റോ, വെസ്റ്റ് ടു ഈസ്റ്റോ, അങ്ങനെ ആ ഡയറക്ഷനിലാണ് പോകുന്നത്. അപ്പോൾ അതൊരു ഇൻഡിക്കേറ്ററാണ്. നമ്മളിപ്പം അറിയാണ്ട് ഇപ്പം ഡയറക്ഷൻ GPS അങ്ങനെ ഓഫായി പോയാൽ ഏത് ഹൈവേ എടുക്കേണ്ടതെന്ന് കുറച്ചൊരു ഐഡിയ കിട്ടും നമ്പറിങ് വെച്ചിട്ടാണ്. ഇത് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യുവാണ് ഈ ഹൈവേയുടെ സിഗ്നൽ കിട്ടാൻ. ഇതിപ്പോൾ നമ്മളുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ ഇതിപ്പം ഫ്രീമൗണ്ടിലെ വൺ ഓഫ് ദി ബെസ്റ്റ് സ്കൂൾസ് ഉള്ള ഒരു ഏരിയ ആണ്. ഈ ഒരു ഏരിയേൻ്റെ പേര് മിഷൻ ഡിസ്ട്രിക്റ്റ് എന്നാണ്. മിഷൻ ഡിസ്ട്രിക്റ്റിലെ ഇവിടുത്തെ ഒരു ഹൈസ്കൂളുണ്ട്. ഈ ഹൈസ്കൂൾ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് US തന്നെ ടോപ്പ് 10 വരുന്ന ഹൈസ്കൂളാണ്. ടോപ്പ് 10 റാങ്കിങ്ങിൽ വരുന്ന ഒരു ഹൈസ്കൂൾ. ഇപ്പോൾ ഇവിടുത്തെ വീടുകൾ കണ്ടില്ലേ, ഈ മിഷൻ ബുലവാർഡും ഇവിടുത്തെ വീടുകൾക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര അതിനനുസരിച്ചുള്ള മാർക്കറ്റ് വാല്യൂ ഭയങ്കര ഹൈ ആണ്. ഇവൻ ചെറിയ വീടിന് വരെ മിനിമം $1 മില്യൺ വരും, അറ്റ്ലീസ്റ്റ് $1 മില്യൺ വരും. അപ്പം കാരണം ഇവിടെ പഠിച്ചിറങ്ങുന്ന